അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മൾ ട്രെയിനിൽ പലപ്പോഴായി യാത്ര ചെയ്യുന്ന ആളുകളാണ്. ആ സമയത്ത് എപ്പോഴാണ് ട്രെയിനുള്ളത്, എപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ട്രെയിൻ വരും, അത് ലേറ്റാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. അതിനുവേണ്ടി പലതരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ്. അത്തരത്തിലുള്ളൊരു വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇനി പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് വെയർ ഈസ് മൈ ട്രെയിൻ എന്നാണ്. ഇത് ലഭിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയി വെയർ ഈസ് മൈ ട്രെയിൻ എന്ന് സെർച്ച് ചെയ്യുക. വെയർ ഈസ് മൈ ട്രെയിൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ വെയർ ഈസ് മൈ ട്രെയിൻ എന്ന് തന്നെയാണ് അത് ആപ്ലിക്കേഷൻ്റെ പേരുള്ളത്. ആ ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലാണ്. ഏതൊരാൾക്കും എന്ത് ചെയ്യണമെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ആ രൂപത്തിലാണ് ഈ ഒരു ആപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആദ്യമായി നമ്മൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് നമ്മൾക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ട്രെയിനുകൾ വേണം എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അതാണ് ഏറ്റവും മുകളിലായിട്ടുള്ളത്, എവിടെ നിന്ന് എവിടേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്ന സ്റ്റേഷന് കോഴിക്കോട് എന്ന് കൊടുത്തു. ഇനി നമ്മൾ കൊടുക്കുന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം എന്ന് കൊടുക്കുമ്പോൾ തിരുവനന്തപുരം സെൻട്രൽ, തിരുവനന്തപുരം നോർത്ത്, അങ്ങനെ ഒരുപാട് സ്റ്റേഷനുകളുണ്ട്. നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ എന്ന് കൊടുത്തു. അങ്ങനെ നമ്മൾ ഫൈൻഡ് ട്രെയിൻസ് എന്ന് കൊടുക്കുമ്പോൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം സെൻട്രലിലേക്കുള്ള ട്രെയിനുകൾ ഇങ്ങനെ കാണിക്കുകയാണ്. 6:10 മുതൽ രാവിലെ മുതലുള്ള ട്രെയിനുകൾ വൈകുന്നേരം രാത്രി 12 മണി വരെ ഉള്ളതുണ്ട്. സ്വാഭാവികമായും പലപ്പോഴുള്ള സംശയമാണ് തിരുവനന്തപുരം അതേപോലെ എറണാകുളമൊക്കെ ജംഗ്ഷനാണോ ടൗണാണോ, തിരുവനന്തപുരം സെൻട്രലാണോ നോർത്താണോ തുടങ്ങിയ സംശയം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ തിരുവനന്തപുരം സെൻട്രലും അതേപോലെ തിരുവനന്തപുരം നോർത്തിൻ്റെയും വിവരങ്ങൾ ഇവിടെ ലഭിക്കുന്നു എന്നുള്ളത് വളരെ ഒരു ഉപകാരമാണ്. അപ്പോൾ നമുക്ക് എവിടെ തിരുവനന്തപുരത്തേക്ക് എത്തിയാൽ മതി എന്നുണ്ടെങ്കിൽ ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും ഒറ്റ സെർച്ചിൽ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഇനി ഇവിടെ ഒരു ട്രെയിനിൻ്റെ ഒന്നാമതായിക്കൊണ്ട് നമ്പർ 12081 ട്രെയിനിൻ്റെ നമ്പറാണത്. അത് നീല നിറത്തിൽ കാണിക്കുന്നുണ്ട്. പുറപ്പെടുന്ന സമയം, എത്തിച്ചേരുന്ന സമയം, അതിൻ്റെ നടുവിലായി എത്ര സമയം യാത്രയുണ്ട് എന്ന് കാണിക്കുന്നു. ആ ട്രെയിനിൻ്റെ പൂർണ്ണമായ പേര് അവിടെ ഉണ്ട്. ഏതൊക്കെ ദിവസങ്ങളിലാണ് ആ ട്രെയിൻ ഉള്ളത് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 6 മണി മുതൽ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനുകൾ ലഭ്യമാണ്. ഇനി നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്നത്തെ ദിവസം ട്രെയിനുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒന്നാമതായിക്കൊണ്ടുള്ള ഈ ജനശതാബ്ദി തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി ഈ ദിവസങ്ങളിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് റെക്കോർഡ് ചെയ്യുന്ന ചൊവ്വാഴ്ച ഈ ഒരു ട്രെയിനിൽ പോകാം. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള തിരുനെൽവേലി എക്സ്പ്രസ് എന്നുള്ളത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും മാത്രമാണ്. ആ ഒരു ട്രെയിനിൽ ഇന്ന് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് അതൊരു ഗ്രേ കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ബ്ലൂ കളറിൽ കൊടുത്തതൊക്കെ ഇന്നത്തെ ദിവസം അവൈലബിളായ ട്രെയിനുകളാണ്. അപ്പോൾ ഇന്ന് ഒരു രാത്രി സമയത്ത് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ AM PM എന്നിവ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ സെറ്റിങ്സിൽ നമുക്ക് AM PM എന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. പലപ്പോഴും റെയിൽവേ ടൈമുകൾ 24 മണിക്കൂറിൽ ടൈം പറയുമ്പോൾ ഒരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. കൃത്യമായി അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ ടൈമിംഗ് ആക്കാം, അല്ലെങ്കിൽ AM PM എന്നാക്കാൻ സാധിക്കും. ഇങ്ങനെ ഓരോ ട്രെയിനും എപ്പോഴൊക്കെയാണ് ഉള്ളത് എന്നുള്ള വിവരങ്ങൾ ഇവിടെ ലഭിക്കും. ഇനി നമ്മൾ ഇന്ന് ആണ് നമ്മൾക്ക് പോകേണ്ടത്. അപ്പോൾ ഇന്നത്തെ ട്രെയിനിൻ്റെ വിവരങ്ങൾ നമുക്കൊന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ മുകളിലായി ഓൾ ഡേറ്റ്സ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടുഡേ എന്ന് ക്ലിക്ക് ചെയ്താൽ ഇന്ന് ഉള്ള ട്രെയിനുകൾ മാത്രമായിട്ട് വരും. അപ്പോൾ നമുക്കൊരു ദിവസം മാറി ട്രെയിനുണ്ട് എന്ന് കരുതി ഇല്ലാതെ നാളെയുള്ള ട്രെയിനിന് വേണ്ടി ഇന്ന് കാത്തു നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. ഇനി അതെല്ലാം നാളെയാണെന്നുണ്ടെങ്കിൽ ടുമോറോ എന്നുള്ളത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ചൂസ് ഫ്രം കലണ്ടർ എന്നുള്ളതിൽ നമ്മൾ നോക്കി ആ ഡേറ്റ് സെലക്ട് ചെയ്താൽ അന്നേക്കുള്ള ട്രെയിൻ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ട്രെയിനുകൾ
സെർച്ച് ചെയ്യുന്ന രൂപം ഉള്ളത്. ഇത് നമ്മൾ ഇതേപോലെ കൺഫ്യൂഷൻ വരുന്ന ഒന്നാണ് എറണാകുളം എന്നുള്ളത്. എറണാകുളം ടൗണ്, എറണാകുളം ജംഗ്ഷൻ എന്നിങ്ങനെ 2 റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. അപ്പോൾ ഇതിലേതിലേക്കാണ് പോവേണ്ടത് എന്ന് അറിയാത്ത ആളുകൾക്ക് ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷൻ കൊടുത്ത് ഫൈൻഡ് ട്രെയിൻസ് എന്ന് ക്ലിക്ക് ചെയ്താൽ 2 റെയിൽവേ സ്റ്റേഷനുകളുടെയും വിവരങ്ങൾ ഇവിടെ ലഭിക്കും. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇക്കാര്യം കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഇനി ഡേറ്റ് മാത്രമല്ല സോർട്ട് ചെയ്യാൻ കഴിയുന്നത്, അതിൻ്റെ അപ്പുറത്ത് SL എന്നുണ്ട്. ഏതൊക്കെ കാറ്റഗറിയിൽ നമുക്ക് വേണം എന്നുള്ളത്. ജനറൽ അൺറിസർവ്ഡ് മാത്രമാണെങ്കിൽ അതിൻ്റെ ഫെയർ അവിടെ കാണിക്കും. അതേപോലെ തന്നെ AC 3 ടയർ, ഇവിടെ നമ്മൾ ഒരു ട്രെയിനിൻ്റെ നേരെയും കാണിക്കുന്ന ഫെയർ ഉണ്ട്, അതിൻ്റെ ടിക്കറ്റ് ചാർജ് അവിടെ കാണിക്കും. സാധാരണഗതിയിൽ സ്ലീപ്പറിൻ്റെ ചാർജാണ് കാണിക്കുക. ഇനി ജനറലിൻ്റെ ചാർജ് ആണെങ്കിൽ അങ്ങനെ കാണിക്കും. ഈ രൂപത്തിൽ നമുക്കാവശ്യമായ കാര്യങ്ങൾ അവിടെ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടി ഫെയർ അടിസ്ഥാനത്തിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സാധിക്കും. ഇനി തൊട്ടപ്പുറത്ത് സോർട്ട് ബൈ എന്നുള്ള ഒന്നുണ്ട്. അതിൽ ഡിഫോൾട്ടായിട്ട് വരെ ഡിപ്പാർച്ചർ ടൈമിൻ്റെ അടിസ്ഥാനത്തിലാണ്, ട്രെയിൻ എടുക്കുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വരുന്നത്. ഇനി ഡ്യൂറേഷൻ നോക്കിയിട്ട് കുറഞ്ഞ സമയം കൊണ്ടെത്തുന്ന ട്രെയിനുകൾ ആദ്യം വരുന്ന രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അറൈവൽ ടൈം, എത്തിച്ചേരുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് ഇത്തരത്തിൽ ട്രെയിനുകൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മളൊരു ട്രെയിൻ എങ്ങനെയാണ് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. വേർസ് മൈ ട്രെയിൻ ആപ്പിലൂടെ സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. അടുത്ത ബാക്കി കാര്യങ്ങൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.